എൻ്റെ മിനി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കാലപ്പുറത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അനിയനൊക്കെ നാടൻ കോഴി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. നാടൻ കോഴി ഒരു പെട്ടക്കോഴീനെ അറുത്തിട്ട് ഓലപ്പൊടിച്ചൂട്ടൊക്കെ കത്തിച്ച് വെള്ളം തിളപ്പിച്ച് നല്ല തിളച്ച വെള്ളത്തിലിട്ടുകൊണ്ട് മുക്കിയിട്ട് പിന്നെ തൂങ്ങലൊക്കെ കളഞ്ഞിട്ട് തീയൊക്കെ കരിച്ചിട്ട് അനിയൻ ഇതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നു. നല്ലോണം കഴുകിയിട്ട് അവർക്ക് എത്ര പെട്ടെന്ന് നാടൻ കോഴിയൊക്കെ കറി വയ്ക്കാനുള്ള പരിപാടിയൊക്കെ അറിയാം. പെട്ടെന്ന് എല്ലാം ചെയ്യും. ഇതാ നല്ലവണ്ണം കഴുകി റെഡിയാക്കി ഇനി മുട്ടി എടുത്തുകൊണ്ടുവരാൻ പോയതാണ്. കുട്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചതാ നാത്തൂനും അനിയനും കൂടി കൂടിയിട്ട് അത് റെഡിയാക്കാൻ പോവുകയാണേ. നല്ല മുറിച്ചുള്ള കത്തിയ കൊണ്ട് പെട്ടെന്ന് റെഡിയാവുന്നുണ്ട് മുറിച്ചിട്ട്. ഇവർക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പം. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഉണ്ടാക്കും അവർ. ഞങ്ങളെപ്പോൾ വരുന്ന 4 നാടൻ കോഴിക്കറി അവിടെ ഉണ്ടാകും. അതിനൊക്കെ ഉണ്ടാക്കണ കണ്ടാൽ തന്നെ അറിയില്ലോ പെട്ടെന്ന് എന്താ ഈസിയൊക്കെ. പിടിയും വലിയൊക്കെ കൂടി റെഡിയാക്കിക്കൊണ്ടേയിരിക്കണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നാളികേരക്കൊത്തും ഉള്ളിയും കിഴങ്ങ് വലുതാക്കി മുറിച്ചതും ഇട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നല്ല മൂപ്പിച്ചതിന് ശേഷം ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ അനിയൻ കയറി വരുന്നുണ്ട്. മൂത്തിട്ട് വരുമ്പോൾ മഞ്ഞൾപ്പൊടി, നല്ല നാടൻ മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നു, അത് 2 ടീസ്പൂൺ ഇട്ടാൽ വെച്ച്. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. മല്ലിപ്പൊടി കുറച്ചധികമായിട്ട് ഇട്ടിട്ടുണ്ട്. 3.5 ടീസ്പൂൺ ഇട്ടു. നല്ലവണ്ണം ഇളക്കി മറിച്ചിട്ട് കുക്കറിനകത്തേക്ക് മാറ്റാൻ പോവാം. അപ്പോൾ ഇനി എൻ്റെ മോള് വന്നിട്ട് എന്തൊക്കെയോ കിണക്കണ പറഞ്ഞു. കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് നല്ല ഇളക്കി മറിച്ച് യോജിപ്പിച്ചിട്ട് ഒരു 4 പിസിൽ അടുപ്പിക്കും. ഇവിടെ കല്ലുപ്പാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുക. പൊടിപ്പ് ഇഷ്ടമല്ല ആർക്കും. നാടൻ കോഴിക്കറി റെഡി. ഫുഡ് കഴിക്കാനായിക്കൊണ്ടിരിക്കുകയാണ്. നാത്തൂന് വിളമ്പിക്കൊണ്ടിരിക്കണം എല്ലാവർക്കും. നാടൻ കോഴിക്കറി ബൗളിലേക്ക് മാറ്റി അച്ഛൻ കഴിക്കാൻ തുടങ്ങി.